പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവെ, വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും തിരുവുത്ഥാനത്തിൻ്റെയും ദിവസങ്ങളാണ് ഞങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. കർത്താവെ, നോൻപ് തീരാൻ പോയിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ അറിയാത്ത മനുഷ്യരുണ്ട്. അവർ ശാപം പിടിച്ച രീതിയിൽ അത് അറിയാതിരിക്കുകയും അറിഞ്ഞിട്ട് അംഗീകരിക്കാതിരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് പോയെന്ന് പറഞ്ഞ പോലെ അവരവരുടെ ലോകത്ത്, അവരുടെ ജോലി, അവരുടെ ഇലക്ഷൻ, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കർത്താവിനെ അവഗണിച്ചുകൊണ്ട് അവരുടെ തിരക്കുകളിലേക്ക് പോകുന്ന കർത്താവ്, അവർക്കെല്ലാം വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈശോയെ. അവരുടെ പോരായ്മകളെ പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, ഈ ദിവസങ്ങളിൽ പോലും സാക്ഷാൽ വേദന, കർത്താവിനെപ്പുറത്തിന് വേദന അനുഭവിക്കുന്ന മനസ്സിൽ ശരീരത്തിലും വേദന അനുഭവിക്കുന്നവരുണ്ട്. ഈ ആഴ്ചയിൽ ചില ആൾക്കാർക്ക് പെസഹക്കാലത്ത് വേദന കൂടുന്നുണ്ട്. ഒരിക്കലും ഇല്ലാത്ത വേദന എല്ലാ പെസഹക്കാലത്തും അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവെ, അങ്ങയുടെ പീഡാനുഭവങ്ങളോട് അവരെ ചേർത്ത് വെച്ച് അവരെ ഉൾക്കൊള്ളണമേ. അവരെ അങ്ങയെപ്പോലെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് തങ്ങളുടെ നൊമ്പരങ്ങളെ, വേദനകളെ, മുറിവുകളെ കാഴ്ചവെക്കാനും അവരെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ യുദ്ധഭീതിയിലാണ്. മനുഷ്യർ യുദ്ധത്തിൽ നിന്ന് തുടങ്ങി വച്ചിട്ട് ഇനി എങ്ങനെ നിർത്തണമെന്നറിയാൻ പാടില്ലാതെ മർക്കടമുഷ്ടിയോടുകൂടി യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ലോകത്തെയാണ് ഇന്ന് കാണുന്നത്. കർത്താവേ, ഈ വിഷയത്തിന് വേണ്ടി ദൈവ തീരുമാനം ഉണ്ടാക്കി നിഷ്കളങ്കരെ കുരുതി കൊടുക്കപ്പെടുന്ന അവസ്ഥകളിലും ഈ യുദ്ധത്തിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കണമേ, സമാധാനത്തേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരിമരുന്ന് പ്രയോഗം കാണുന്ന പോലെ സാഡിസ്റ്റ് മനസ്സോടുകൂടി ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് തൊലയട്ടെന്ന രീതിയിലാണ് ആൾക്കാർ ചിലർ കാണുന്നത്. കഠിനഹൃദയരെ എല്ലാം കർത്താവെ, ഇതുമൂലം കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും ദുരിതമെന്ന് എപ്പോഴും ബൈബിൾ പറയും. നാളുകളിൽ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ദുരിതമെന്ന്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവർ വർഗം, ഓടിപ്പോകാനോ ഒന്നും പറ്റാത്ത, ഭക്ഷണം കിട്ടാത്ത, പലതരത്തിൽ എന്തെല്ലാം തരത്തിലും ദുരിതങ്ങളാണ് ലോകത്ത് മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പാടെ അറിയാവുന്നത് എണ്ണ കിട്ടണില്ല, വിറക് കൊണ്ട് കത്തിക്കണമെന്ന് മാത്രമേ മലയാളിക്ക് അറിയത്തുള്ളൂ. അതല്ല ശരിക്കും, അതിനേക്കാൾ എത്രയോ ദുരിതമായ ലോകത്ത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ അവസാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഒരടുക്കള പോലും കെട്ടുന്നതിന് എന്തൊരു പാടാണ് മനുഷ്യൻ പെട്ടുപാടുന്നത്. ഒരു കിണറുണ്ടാക്കുന്നത്, ഒരു
ജീവിതകാലം മുഴുവനുള്ള കാശ് കൂട്ടിവെച്ച് കിണറുണ്ടാക്കണം. അങ്ങനെ ഓരോ സംഭവം ഉണ്ടാക്കിയെല്ലാം നശിച്ച് നാറാണക്കല്ല് പിറക്കി കിടക്കുന്നുണ്ട്. അത് ഓരോ മനുഷ്യന്മാരുടെ തിന്മകളാണ്. ഈശോയെ, തിന്മകളുള്ള മനുഷ്യർ അധികാരത്തിലേക്ക് വരാതിരിക്കാൻ ദൈവമേ, അതുവഴി രാജ്യം നശിക്കാതിരിക്കാൻ ദൈവമേ, ലോകത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ, പീഡിതരെ, സങ്കടക്കാര്, മക്കളില്ലാത്ത പങ്കാളികളെ, കുടുംബകലഹത്തിലുള്ളവരെ, കേസിലുള്ളവരെ, ജീവിക്കാനും മാർഗമില്ലാത്തവരെ, സാമ്പത്തിക തകർച്ചയുള്ളവരെ, എല്ലാ മേഖലകളിലും വേദന അനുഭവിക്കുന്നവർ, പഠനപരമായിട്ടും യാത്രാപരമായിട്ടും തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഈ ദിവസം കർത്താവ് നിന്നെ ശക്തീകരിക്കുകയും എല്ലാ സംഘടന അതിജീവിക്കാൻ മാതാവ് നിനക്കൊരു മധ്യസ്ഥ വഹിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരേശ്വരൻ നീക്കുവാമേ. ഇവിടെ ഇന്ന് കർത്താവിൻ്റെ അന്ത്യത്താഴ മുഹൂർത്തം ആഘോഷിക്കുന്ന പെസഹ വ്യാഴാഴ്ചയാണ്. ഇന്ന് 3 കാര്യങ്ങളാണ് ഈശോ സ്ഥാപിച്ചത്. ഒന്ന്, ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയും, ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കർത്താവ് പൗരോഹിത്യത്തെയും ചെയ്യാനുള്ള ആളെ ഏൽപ്പിച്ചു. അത് പൗരോഹിത്യത്തെ കർത്താവ് സ്ഥാപിക്കുന്ന ദിവസമാണെന്ന്. ഇന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ തിരുരക്തങ്ങളെടുത്ത് വാഴ്ത്തി ആശീർവദിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരാകാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും നിലനിൽക്കാനും അനേകം ദൈവവിളികൾ സഭയ്ക്ക് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് സഭ അതുപോലെ തന്നെ കർത്താവ് സ്ഥാപിച്ചതാണ് പരസ്നേഹത്തിൻ്റെ കൽപ്പന. അതും നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇത് അഭിഷേകത്തോടെ ഒരു വ്യക്തി സ്വീകരിച്ച ഈ ലോകത്തിലും കുടുംബത്തിലും സമാധാനം ഉണ്ടാകും. ഇന്നും ഇത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സങ്കടകരമായ തിരിച്ചറിവാണ്. സഭ ഇനിയും നിലനിൽക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ള വെല്ലുവിളി നമുക്ക് തരുന്നത്. എങ്കിലും ആവുന്നിടത്തോളം കർത്താവിൻ്റെ വചനത്തോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കൊണ്ട് കർത്താവ് കുർബാന സ്ഥാപിച്ചതിനാണ് ഏറ്റവും കൂടുതൽ നന്ദി. അഗസ്തീനോസ് പറഞ്ഞ് എപ്പോഴും ഞാൻ ഓർക്കും. ദൈവം തന്നെ വീണ്ടും മനുഷ്യപുത്രൻ ജനിച്ചാലും, ദൈവം തന്നെ വീണ്ടും മനുഷ്യനായി അവതരിച്ചാലും, കുരിശുമരണം വരിച്ചാലും, മരിച്ചുയർത്തെഴുന്നേറ്റാലും പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന പോലൊരു കാര്യം ചെയ്യാൻ ദൈവത്തിന് പോലും ഇനി പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നീ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പങ്കാളിത്ത സാന്നിധ്യം ഈ മാസത്തെ ഏറ്റവും നല്ല വെളിപാടായിരുന്നത് പരിശുദ്ധ കുർബാനയുടെ പങ്കാളിത്ത സാന്നിധ്യം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് കർത്താവ് എന്നും ദൈവജനം ഉദ്ഘോഷിക്കുന്ന ഒരു വലിയ സാന്നിധ്യമാണ്. പക്ഷേ നിങ്ങളെന്നെ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതൊരു പരസ്പര പങ്കാളിത്ത സാന്നിധ്യമാണ്. അതിനകത്ത് വരുന്നത് വാങ്ങി ഭക്ഷിക്കുവാൻ എന്ന് ഈശോ പറയുമ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ അവിടെ നമ്മളിൽ വസിക്കുകയും. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടാൽ നമ്മൾ കർത്താവിൽ വസിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പങ്കാളിത്ത പരസ്പര പൂരകമായിട്ടുള്ള പ്രസൻസാണ്. യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പൊ എങ്ങനെയാണ് വസിക്കണമെന്നാണ് 15:7 പറയണത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി
പിതാവ് മഹത്വപ്പെടുന്നു. അതായത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ എന്താ സംഭവിക്കണത്? അപ്പോൾ ഈശോയിൽ നമ്മൾ വസിക്കുന്നത് ഈശോയുടെ വാക്ക് നമ്മൾ നിലനിൽക്കുന്ന അനുസരിച്ചാണ്. അതായത് ഈ ആഴ്ച ഈശോയുടെ വാക്ക് നമ്മൾ കേട്ടു, അടുത്ത ആഴ്ച നമ്മൾ കേട്ടില്ല, അടുത്ത പിന്നത്തെ ആഴ്ച അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതാണ് എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുന്ന മാത്രമേ യോഹന്നാൻ 15:7 അനുസരിച്ച് കൊണ്ട് കർത്താവ് കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിൻ്റെ കൃപയെ വചനത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് കർത്താവ് വസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പൂരകമായ പങ്കാളിത്തമായിട്ടുള്ള സാന്നിധ്യമാണുള്ളത്. പക്ഷേ നമുക്ക് കർത്താവിലും വസിക്കാം, കർത്താവ് നമ്മളിലും വസിക്കും. പക്ഷെ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ വചനം കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പുകളില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനം തന്നെ ആസ്പദമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നമ്മളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ ജീവിതം ഒരു ജീവിത തുടർച്ചയാണ് ശരിക്കും. അല്ലാതെ അതൊരു കുർബാന സ്വീകരിക്കുന്ന ഒരു ഫങ്ഷനായിട്ടാണ് നമ്മൾ പലപ്പോഴും അത് പള്ളിയുടെ അകത്തുനിന്ന് വെച്ച് ഒതുക്കി തീർക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരണം. ഒരു പരിശുദ്ധ കുർബാനയോട് നമ്മളിന്ന് രാത്രി ആരാധന നടത്തല്ലേ? ഇപ്പോൾ രാത്രി ആരാധന നടത്തുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയോട് മനുഷ്യൻ കാണിക്കുന്ന നിന്ദാപരാധങ്ങൾക്കെതിരെയാണ് രാത്രി ആരാധനയിൽ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഏറ്റവും പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന നിന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുർബാന സ്വീകരണമെന്നുള്ള ആ സംഭവം, ആ ഏർപ്പാട് പള്ളിയുടെ അകത്ത് വെച്ച് ഒതുക്കി തീർക്കും. പള്ളിയുടെ പുറത്ത് വന്നിട്ട് അവർ പിന്നെ അത് മറന്നു കളയും. ജീവിതത്തിൽ അതുമായിട്ട് ബന്ധമില്ല. അതാണ് പരിശുദ്ധ കുർബാനയോട് ഒരു മനുഷ്യൻ കാണിക്കണ ഏറ്റവും വലിയ നിന്നയെന്ന് പറയുന്നത്. ഇന്നത് കൂടുതലാണ്. കാര്യം ഇപ്പോൾ കൃപാസനത്തിലൊക്കെ ആണെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലും കുമ്പസാരത്തിലെ കുർബാന കൊടുക്കത്തില്ല. ആ ഉടമ്പടിയുടെ ഒരു പ്രത്യേക വിധിയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആള് കർത്താവിനെ സ്വീകരിക്കാൻ യോഗ്യമാണെന്ന് മനസ്സാക്ഷി വളരെ നിശ്ചിതമായ രീതിയിൽ ഫിൽട്ടർ ചെയ്യണം. കാര്യം ഞാൻ ഈ ഇടവകയിലൊക്കെ ഇരുന്നപ്പോൾ പല ആൾക്കാരും നമുക്ക് ആൾക്കാരെ വിധിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ പോലും പരിശുദ്ധ കുർബാനയുടെ അച്ചടക്കമില്ലാതെ കുർബാന സ്വീകരിക്കുന്ന ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരിശുദ്ധ കുർബാനയോട് ആദരവും ആരാധനയും തോന്നുന്ന കാര്യം കുർബാന സ്വീകരിച്ച ശേഷം നമ്മൾ വീട്ടിൽ വന്ന് കാണിക്കുന്ന കോപ്പറേറ്റ് തരങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ പരിശുദ്ധ കുർബാനയോട് നിന്നാപരാധന കാണിക്കുന്നവരാണ്. ഇന്നൊരു രാത്രി ഇതിനു വേണ്ടി അപരാധത്തിന് വേണ്ടി കർത്താവിൻ്റെ ദിവ്യകാരുണ്യ ആരാധന നിമിഷം നമ്മളത് പ്രത്യേകം സഭ ഒരുക്കിയ ഒരു ദിവസമാണത്. കർത്താവിൻ്റെ കൂടെ ജാഗരം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിച്ച ഇന്നും ആരാധന എഴുന്നള്ളിച്ച് രാത്രി വെച്ചിട്ട് വയറ്റിപ്പിഴപ്പ് പറയുന്ന ആൾക്കാരാണ് ഇപ്പം 60%. ഇന്നും ആരാധന ഇന്നത്തെ ആരാധന അതിനുവേണ്ടിയുള്ളതൊന്നും അല്ല. ഇന്നത്തെ ആരാധന കുർബാനയോടും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഐക്യദാർഢ്യം പുലർത്തുകയാണ് ഇന്നത്തെ ആരാധന ഉദ്ദേശം. അപ്പം നല്ലൊരു ദിവസമാണ്. ഇപ്പം ഇന്ന് ഈ ധ്യാനം കേട്ട സമയം പോലെ തന്നെ നിങ്ങൾ ഒരു മനസ്സൊരുക്കത്തോടു കൂടി 10 മണിക്ക്, ഇന്ന് 10 മണിക്കാണ് ചില പള്ളികളിൽ വൈകുന്നേരം 5 മണിക്കാണ്. മനസ്സൊരുക്കത്തോടു കൂടി ഈ ദിവസത്തെ സ്വീകരിക്കാനിടയാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ബിന്ദു. ഞങ്ങൾ USA നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ബീനോ. ഇതെൻ്റെ മൂത്ത മകൻ ഏലിയാസ്. രണ്ടാമത്തെ മകൻ എൽദോ. എനിക്ക് ഒരു മകനും കൂടെ ഉണ്ട്. 3 ആൺമക്കളാണ് എനിക്ക്. ഈ അമ്മയുടെ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈ ദിവസം അമ്മയുടെ അത്ഭുതപരമായ നന്ദി എനിക്ക് അമ്മയുടെ മുന്നിൽ തന്നെ നിന്ന് സാക്ഷ്യമായി പറയുവാനായിട്ട് അമ്മ ഒരുക്കി തന്നതിന് അമ്മയോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾ 4 വർഷമായി ഇപ്പം USA താമസിക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾക്ക് കൃപാസനത്തെപ്പറ്റി അറിയുവാനായിട്ട് പറ്റിയത് എൻ്റെ ഫ്രണ്ട് ജോബി എന്ന് പറയുന്ന ഒരു മകള് എനിക്കൊരു ന്യൂസ് പേപ്പർ തന്നു. അത് കൃപാസനത്തെപ്പറ്റി അങ്ങനെയാണ് ഞാൻ അറിയുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അത് എനിക്ക് വായിക്കുവാനും അതിലൂടെ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു.
അമ്മയുടെ സാക്ഷ്യങ്ങൾ ഞാൻ ഡെയിലി വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുവാനായിട്ട് തുടങ്ങി. അപ്പം എനിക്കെൻ്റെ അമ്മയോട് കൂടുതൽ സംസാരിക്കുവാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ അമ്മയുമായിട്ടും ഈശോയുമായിട്ട് എനിക്കുണ്ടാകുവാനായിട്ട് തുടങ്ങി. പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് ഞാൻ കേൾക്കും. എനിക്കൊരു പ്രെയർ റൂമുണ്ട്. ആ പ്രെയർ റൂമിലിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ധ്യാനങ്ങളൊക്കെയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അമ്മ എനിക്ക് ഓരോ മെസ്സേജുകൾ തരാനായിട്ട് തുടങ്ങി. പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗ്രീൻ കാർഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനു മുമ്പേ ഞങ്ങൾ 1 ഇയർ വിസയിലാണ് ഞങ്ങൾ USA ചെന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റത്തില്ലാത്തൊരവസരമായിരുന്നു. അപ്പോഴാണ് മാതാവ് വെളിപ്പെടുത്തി തന്നത്, ഹസ്ബൻഡിനോട് പറ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ. അമ്മ ഒരു ഡേറ്റ് പറഞ്ഞു തന്നു, January 21 എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞങ്ങൾക്ക് 5 വർഷത്തേക്ക് ട്രാവൽ ഡോക്യുമെൻറ്റും ഞങ്ങളുടെ വർക്ക് പെർമിറ്റും ഒക്കെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്രീൻ കാർഡിന് വേണ്ടി സബ്മിറ്റ് ചെയ്തു. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ USA ഗ്രീൻ കാർഡ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അതിൽ നിന്നൊക്കെയും അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ 23 എന്നുള്ള ഡേറ്റാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത്. ഇന്ന് അമ്മ അത് എനിക്ക് രാവിലെ 1:30 ആയപ്പോൾ അത് അപ്രൂവ് ആക്കി തന്നു, ഞങ്ങളുടെ ഗ്രീൻ കാർഡ്. ഇന്ന് 1:30 ആയപ്പോഴാണ് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഗ്രീൻ കാർഡ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കണ്ടത്. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് പോലെ എപ്പോഴും അമ്മയുടെ ഒരു അനുഗ്രഹമാണ് നമ്മുടെ മുന്നിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടു തരുന്നത്. അത് ആ ഡേറ്റ് ഇട്ട് ഞാൻ ഇന്ന് രാവിലെ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ ആണ് ഞാൻ കണ്ടത്. ദൈവമേ 23 എന്നുള്ള ഡേറ്റ് ഞാൻ 6 മാസം മുമ്പേ ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ്. അത് എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. എനിക്ക് കൂടുതൽ ഇതിലൂടെ എനിക്ക് ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് ദൈവത്തോട് അടുക്കുവാനായിട്ട് കഴിഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ എന്നോട് പറയുമായിരുന്നു, ഈശോയോട് നീ സംസാരിക്കണം, എൻ്റെ മകനെ ഞാൻ നിനക്ക് വേണ്ടി തന്നിരിക്കുകയാണെന്ന്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, ഗ്രീൻ കാർഡിനെ കുറിച്ചൊന്നും വിഷമിക്കേണ്ട, അതിങ്ങി വന്നോളും. പിന്നെ എൻ്റെ തലയിൽ കൈവച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് ദൈവം ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്, നല്ലൊരു ബ്ലെസ്സിങ് ഉള്ള കുട്ടിയാണ് നീ, അത് ആ അനുഗ്രഹം കളയാതെ നോക്കണമെന്ന്. അതുപോലൊക്കെ തന്നെയാണ് ഞാനിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡിനോട് പറഞ്ഞത്, നിൻ്റെ ഉടമ്പടി ഉഴപ്പാതെ നീ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്, ഉടമ്പടി ഉഴപ്പാതെ നോക്കണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇത്ര വലിയൊരു അനുഗ്രഹം അമ്മ തന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് നാട്ടിൽ ആഗ്രഹിച്ചതാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ദുബായിലായിരുന്നു. പക്ഷേ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടൊക്കെ പോയിട്ട് പല തടസ്സങ്ങളായിരുന്നു, ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ USA ചെന്നു. അതിനേക്കാൾ മുന്നേ ഞങ്ങൾ അവിടെ വീട് വാങ്ങിച്ചു. അതൊക്കെ അമ്മ വലിയ അനുഗ്രഹങ്ങളാണ്. ഞാൻ അവിടെ വീട് വാങ്ങിച്ചപ്പോൾ 3 മാസത്തിനുള്ളിൽ തന്നെ അമ്മ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടൊരു വലിയൊരു ഭവനം തന്ന് അനുഗ്രഹിച്ചു. ഇവിടുത്തെ ഭവനമാണെങ്കിലും ഇവിടെ ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സ്ഥലത്ത് 16 വർഷം കാത്തിരുന്നിട്ട് 3 വർഷത്തിന് മുമ്പ് ഞങ്ങളതിന് പണി തുടങ്ങി. പക്ഷേ ഒരു 7-8 മാസത്തിനുള്ളിൽ വീട് പണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഗ്രീൻ കാർഡിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവിടെ കയറി താമസിച്ചു. അതും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമാണ്. അതിനോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് പിന്നെ 22 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അത് വിൽക്കണം, ഇനി ഇവിടെ ആരുമില്ല നോക്കാൻ എന്ന് പറഞ്ഞ് അത് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലൊരു അയലോക്കവും ദൈവത്തെ വിളിക്കുന്ന ഒരാളെ അവിടെ കൊണ്ടുതരണമെന്ന്. അതിപ്പം വാങ്ങിക്കാൻ വന്നത് ഇവിടെ കൃപാസനത്തിൽ വന്നെടുത്ത് ഉടമ്പടി എടുത്ത ഒരു സഹോദരനാണ്. ഈ 14-ാം തീയതി അതിൻ്റെ എഴുത്ത് നടക്കും. ഇത്രമാത്രം ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഇപ്പോൾ മാതാവും ഈശോയും എന്നോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, നീ ദൈവത്തോട് കൂടുതൽ എടുത്തുകൊണ്ട് എൻ്റെ ബൈബിൾ എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ദൈവമേ എനിക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാനായിരിക്കുമെന്നാണ് ഈശോ പറയുന്നത്. അതുപോലെ ഞാനിപ്പം ബൈബിൾ തുറക്കുമ്പോൾ അച്ഛൻ്റെ ഈ മെസ്സേജുകൾ രാവിലത്തെ ഡെയിലി പ്രെയറൊക്കെ കേൾക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ രാവിലെ ഉണർന്നു നിൽക്കുമ്പോൾ നമ്മൾക്ക് മുന്നിൽ മാതാവ് കാണിച്ചു തരുന്ന ഓരോ വാക്യങ്ങളാണ്, അല്ലെ ആ മെസ്സേജുകളാണ് എനിക്ക് മുന്നിൽ ദൈവം കാണിച്ചു തരുന്നത്.
അത്രമാത്രം ദൈവം എന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രെയർ ഗ്രൂപ്പ് എനിക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ അതിനകത്ത് 35 പേര് ജോയിൻ ചെയ്തു. ഇനിയും ആൾക്കാർ കൂടുതലായി എന്നെ ചേർക്കണം എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയും ഞാൻ ആ പ്രെയർ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ആ പ്രെയർ ഗ്രൂപ്പ് ഇപ്പം ഞാനാണ് ലീഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഹസ്ബൻഡ് നോക്കുമ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ച് പറഞ്ഞു, ഇന്ന് അച്ഛൻ്റെ മുന്നിലൂടെ വന്ന് നമ്മൾ എന്നാ സാക്ഷിയാണ് പറയുന്നതെന്ന് ചെന്ന് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ കമ്പ്യൂട്ടർ ഓണാക്കി നോക്കുമ്പോഴാണ് ഗ്രീൻ കാർഡ് അപ്രൂവ്ഡ് എന്നും പറഞ്ഞ് കാണിക്കുന്നത്. അപ്പം അത്രമാത്രം ദൈവം അനുഗ്രഹിച്ചു. ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ദൈവം ഉയർത്തിയതിന് ഒരുപാട് ഞങ്ങൾ നന്ദി അമ്മയോട് പറയുന്നു. അച്ഛനെയും ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും കോടാനുകോടി അനുഗ്രഹങ്ങൾ മാതാവ് കൊടുത്ത പൂർണ്ണ ആരോഗ്യവും ബലവും ഒക്കെയും ശക്തിപ്പെടുത്തി കൊടുത്ത് അച്ഛനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുക്കാറുണ്ട്. ഞങ്ങൾ ശരിക്കും യാക്കോബിറ്റ്സാണ്. കത്തോലിക്ക പള്ളികളിലാണ് ഞാൻ എല്ലാ ട്യൂഷനിലും ഞങ്ങൾ മുടക്കാതെ പോകും. ചെല്ലുമ്പോൾ ആ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ തന്നെ എന്നെ കാണിച്ചു തരും, ഇന്നവർക്ക് വിഷമങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാൻ പറയും. അർഹിക്കപ്പെടുന്നവർക്കല്ലാതെ ഞങ്ങൾ കൊടുക്കാതെ അങ്ങവർക്ക് മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. പേപ്പർ ഇംഗ്ലീഷുകാർ ചിലരൊക്കെ അത് വാങ്ങിക്കും, വേണ്ടാത്തവരുടെ ഞങ്ങൾ തിരിച്ചു വാങ്ങിക്കും. അങ്ങനെ അവിടെ ഇട്ടിട്ട് പോരാറില്ല. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് പൈസ ഇല്ലാത്തവരൊക്കെ പൈസ കൊടുത്ത് ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഞങ്ങളൊരു വിഹിതം മാറ്റി വെക്കാറുണ്ട്. അമ്മ തന്നെ പറയും, കൊടുക്കേണ്ടവർക്ക് ആരാണ് അവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇരുകൈയില്ലാതെ ഞങ്ങൾ നല്ല പോലെ പാവങ്ങളെ സഹായിക്കാറുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കൊന്ത എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷേ മാതാവാണ് എന്നെ പഠിപ്പിച്ചത്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ കൊന്തയൊക്കെ ചൊല്ലും. ഇപ്പം അമ്മ എന്നോട് പറയും, നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നിന്നെ കൂടെ ഞാനില്ലേ, നീ ആ കൊന്തയെടുത്ത് ചൊല്ലുന്നത്, അപ്പം കൊന്തയെടുത്ത് ചൊല്ല് എന്ന് പറയും. അപ്പം അങ്ങനെ തന്നെ ഞാനെല്ലാം അങ്ങനെ എന്തെങ്കിലും വിഷമം വരുമ്പോഴത്തേക്ക് അമ്മയുടെ അടുക്ക രാത്രിയിലാണേലും ഉണർന്നിരുന്ന് വന്നത് പ്രാർത്ഥിക്കും. ഒരുപാട് ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ ധൈര്യത്തോടെ നിന്നുകൊണ്ട് മൈക്കെടുത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം എനിക്ക് കൃപ തരുന്നു. ഇങ്ങനെ അച്ഛൻ പറയുന്ന പോലെ ഓരോ ഉടമ്പടിയും നമ്മൾ കഴിയുന്നതോടെ നമുക്ക് ധൈര്യവും സമർപ്പണങ്ങളൊക്കെ കിട്ടുമെന്നല്ലേ പറയുന്നത്. അതുപോലെ ദൈവം ഒരുപാട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ കാത്തിരിക്കുവിൻ, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. സങ്കീർത്തനം 37-34 വചനമാണ്. കർത്താവിനെ കാത്തിരിക്കുവിൻ, അത് വിശ്വാസത്തോടെയുള്ള ഒരു ക്ഷമയാണ്. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം സ്വന്തമായി ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. നാട്ടിൽ 16 വർഷമായി സ്ഥലം മേടിച്ചിട്ടിരുന്നു. പക്ഷെങ്കിൽ ഒരു ഭവനം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചില്ല, പല തടസ്സങ്ങളുണ്ടായിരുന്നു. പിന്നീട് നേർച്ച വസ്തുക്കളായി ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പെട്ടെന്നൊരു ഭവനം നിർമ്മിച്ച് പൂർത്തിയാക്കുവാനും കയറി താമസിക്കുവാനും സാധിച്ചു. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ ഇടപെടലും അനുഗ്രഹവും കൃപയുമാണ് ഈ മക്കളെ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് കൃപാസനം ഉടമ്പടിയിൽ കൂടിയാണ് ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഉള്ളൊരു ഉണർവ് വന്നത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും, ജീവിതത്തിൽ തന്നെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഒരു ധൈര്യവും, എന്തു വന്നാലും ഈശോ അമ്മയെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസവും, അതിനപ്പുറം ആ ആത്മീയതയിലേക്കുള്ള ഒരു വഴിയിലൂടെയാണ് യാത്ര ചെയ്യുമ്പോൾ താൻ മാത്രമല്ല, തൻ്റെ കുടുംബം മാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ ചേർത്ത് ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും പിന്നെ ടെസ്റ്റിമണികളെല്ലാം സാക്ഷ്യങ്ങളെല്ലാം പങ്കുവെക്കുകയും പ്രാർത്ഥനകൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത് ഞാനും എൻ്റെ കുടുംബവും മറ്റുള്ളവരെയും കൂടെ നയിക്കുകയാണ് ഒരു ആത്മീയ ജീവിതത്തിലേക്ക്. അങ്ങനെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കി കുടുംബം ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമെല്ലാം നിബന്ധന പ്രകാരം തന്നെ അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന അമ്മയുടെ വചനം അനുസരിച്ച് തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇന്ന് അമ്മയുടെ സന്നിധിയിൽ ഭവനത്തിന് തന്നതിനും ഗ്രീൻ കാർഡ് കിട്ടിയതിനുമൊക്കെ നന്ദി പറയുകയാണ്. ജെറമ്യായുടെ 29-ാം അധ്യായം 5-ാം വചനം പറയുന്നത്, വീട് പണിത് അതിൽ വസിക്കുവാൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുകയും എന്ന വചനമാണ്. ഈ മക്കളുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഭവനം നിർമ്മിക്കുവാനും വീട് പണിയുവാനും തോട്ടം നട്ടുപിടിപ്പിക്കുവാനും, അതായത് ഒരു ആത്മീയമായൊരു തോട്ടമാണ്. ആ തോട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം നട്ട വിശ്വാസത്തിൻ്റെ ഫലം അനുഭവിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും
നമുക്കും കാത്തിരിക്കാം. കർത്താവിനെ കാത്തിരിക്കുവാൻ, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുവാൻ ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നമ്മെ ആദരിക്കുമെന്ന വചനത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ മമ്മയുടെ അനുഗ്രഹത്തിനായി കാത്തിരിക്കാം. ബിന്ദുവിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഹെലേന. ഞാൻ കൊല്ലം ജില്ലയിലെ കോവിൽത്തോട്ടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മാർച്ച് 30-ാം തീയതിയാണ് 2025. ഞാൻ +2 റിസൾട്ടിന് വേണ്ടി വെയിറ്റിരിക്കുന്ന സമയത്താണ്. കാരണം എനിക്ക് ഫിസിക്സ് നല്ല പാടായിരുന്നു. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ അത്രയ്ക്കും കരഞ്ഞാണ് ഇവിടെ വന്നത്. ഞാൻ ഇവിടെ വന്നു നിന്നിട്ടാണ് റിസൾട്ട് നോക്കിയത്. റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് എല്ലാ വിഷയത്തിനും പാസ് മാർക്ക് മാത്രം തന്നാൽ മതി. അങ്ങനെ മാതാവ് എനിക്ക് എല്ലാ വിഷയത്തിനും പാസ് മാർക്ക് തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അടുത്ത നിയോഗമായിട്ട് വെച്ചിരുന്നത് എനിക്ക് പുറത്ത് പോയി പഠിക്കണമെന്നായിരുന്നു. അന്നേരം ഞാൻ ജോർജിയയാണ് ചൂസ് ചെയ്തത്. പക്ഷേ ജോർജിയയിലേക്ക് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ബാങ്കിൽ കയറി ഇറങ്ങി. SBIയിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടും പിന്നെ അവസാനം നമ്മൾ ചെന്നപ്പോൾ അവർ തരത്തില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ അവിടെയുള്ള എല്ലാ ബാങ്കിലും ഞാൻ കയറി ഇറങ്ങിയിട്ടും എനിക്കത് തരത്തില്ലെന്ന് പറഞ്ഞു, ജോർജിയയിലായതുകൊണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മാതാവിൻ്റെ പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ വഴിക്ക് ഞാൻ ഒരു ബാങ്കിൽ കയറി. ഞാൻ അതിന് മുൻപേ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ലോണിൻ്റെ തടസ്സമുണ്ട്. അങ്ങനെ അച്ഛൻ എനിക്ക് കാശ് രൂപമൊക്കെ തന്ന്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി പത്രം കൊടുക്കാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ബാങ്കിൽ കയറിയപ്പോൾ അവർ എനിക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മാതാവ് എനിക്ക് അത് സാങ്ഷനാക്കി തന്നു. അങ്ങനെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ മിക്ക പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം എൻ്റെ പേര് അവസാനമാണ് വന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരി എൻ്റെ വീട്ടിൽ ഇരുന്നാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊന്നും അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കൂട്ടുകാരി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ മാം ചോദിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ജപമാല അടിക്കുമ്പോൾ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് മാതാവിനെ പോലെ ഒരു നല്ല ഒരു മാമിനെ തന്ന് അനുഗ്രഹിക്കണേ. അങ്ങനെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. ഞാനൊരു ദിവസം ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു കുട്ടി. അപ്പം അന്നേരം ഞാൻ മനസ്സിൽ കണ്ട്, അപ്പോൾ എനിക്ക് ഇന്നായിരിക്കും എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ എനിക്ക് ലിങ്ക് വരുന്നത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി അങ്ങനെ ഞാൻ കയറിയപ്പോൾ മാതാവിനെ പോലെ എന്ന് പറഞ്ഞാൽ നല്ല സൗമ്യമായിട്ടാണ് എന്നോട് ആ മാമെല്ലാം പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരിയടുത്ത് ഇൻ്റർവ്യൂ ചെയ്ത മാം അല്ലായിരുന്നു. എന്നോട് നല്ല ചിരിച്ച് സംസാരിച്ചിട്ടാണ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഞാൻ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. പലയിടത്തുനിന്ന് ഞാൻ പല കാര്യങ്ങളും കേട്ടു. കാരണം മോൾക്ക് വയസ്സ് കൂടുന്നുണ്ടല്ലോ, മോളെ എന്തെങ്കിലും വിടാത്തത്, മോൾക്കൊന്നും ആവുന്നില്ലേ, അങ്ങനെ. അപ്പം ഞാൻ ഓരോ മാസവും ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് താമസിക്കുന്നത് നല്ലതിന് വേണ്ടിയാണ്, മാതാവ് നമുക്ക് വേണ്ടി നല്ലത് ഒരുക്കി തരുന്നതുകൊണ്ടാണ്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, മാതാവിനൊരു വഴിയുണ്ടല്ലോ, മാതാവ് എനിക്ക് ആ വഴി തുറന്നു തന്നാൽ മതി. ഇപ്പോൾ ബാങ്കിൻ്റെ സമയത്താണെങ്കിൽ പോലും ഞാൻ എല്ലാ ബാങ്കിലും കയറി ഇറങ്ങിയിട്ടും ഞാൻ അവസാനം പറഞ്ഞത്, മാതാവിന് ഒരു ബാങ്ക്, മാതാവ് എനിക്കൊരു വഴി ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പം മാതാവ് എനിക്ക് ആ ബാങ്ക് മാതാവ് തന്നെ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ പോയപ്പം മാതാവ് എനിക്ക് ആ ബാങ്ക് കണ്ടെത്തി തന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത മാസം ഞാൻ വരുമ്പോൾ എനിക്ക് എന്തായാലും എനിക്ക് വിസ തന്നേ പറ്റത്തുള്ളൂ. ഞാൻ ഈ ഒരു വർഷക്കാലം ഞാൻ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ടിരുന്നു. അന്നേരം മാതാവ് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പലരും എന്ത് പറഞ്ഞാലും ഞാൻ അവരോടെല്ലാം പറയുന്നത് നല്ലതിന് വേണ്ടിയാണ്, മാതാവ് എനിക്ക് നല്ല കോളേജ് ഒരുക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ് 7 എന്നുള്ള ഒരു അക്ക നമ്പറായിരിക്കും നിങ്ങളുടെ ടൈം. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ, എന്ത് നിയോഗമാണോ ആ നിയോഗം 7 എന്നുള്ള ഒരു അക്ക നമ്പറിൽ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓരോ മാസവും ഇങ്ങനെ 7, 17, 27 അങ്ങനെ പല അക്കവും ഞാനിങ്ങനെ
പക്ഷേ എനിക്ക് അന്നേരം എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു, കാരണം മാതാവ് എനിക്ക് തരുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ, എനിക്ക് ഔസ്യപിതാവിനോട് ഇച്ചിരി കൂടുതൽ താല്പര്യമാണ്. അന്നേരം ഞാൻ ഔസ്യപിതാവിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബുധനാഴ്ച തന്നെ തരുകയും വേണം, എനിക്ക് 7 എന്നുള്ള ഒരു അക്ക നമ്പറിൽ തന്നെ തരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ജപമാല പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കൗൺസിലറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേച്ചി എൻ്റെ വിസയുടെ കാര്യം വല്ലതും ആയോ? അന്നേരം ചേച്ചി പറഞ്ഞു ഈവനിങ് ആവട്ടെ മോളെ, അന്നേരം നോക്കാം എന്ന് പറഞ്ഞ്. എന്നുവെച്ചാൽ ഒരു 2:30 സമയത്താണ്. അന്നേരം ആ ചേച്ചി പറഞ്ഞു കഴിഞ്ഞ് അടുത്ത മിനിറ്റ് തന്നെ ചേച്ചി പറഞ്ഞു മോളെ വിസ വന്നു എന്ന് പറഞ്ഞു. അന്നേരം എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. അന്നേരം ഞാൻ ബുധനാഴ്ച എന്നുള്ളൊരു ദിവസം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി മാതാവിൻ്റെ അന്നേരം തന്നെ ഞാൻ മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് 7 എന്നുള്ളൊരു അക്ക നമ്പറിലാണ് എനിക്ക് വന്നതെന്ന് ഞാൻ ആലോചിച്ചത്. അന്നേരം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് വേണ്ടി ഇങ്ങനെ 1 വർഷക്കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയത് മാതാവ് എനിക്ക് നല്ലതെന്തോ ചെയ്തു തരാൻ വേണ്ടിയിട്ടായിരുന്നതാണ്. അങ്ങനെ ഞാൻ ഈ വരുന്ന വെള്ളിയാഴ്ച മോർണിംഗ് ഫ്ലൈറ്റിൽ ഞാൻ ജോർജിയയ്ക്ക് പോവുകയാണ്. മാതാവ് എനിക്ക് എല്ലാം ഭംഗിയായി, ബാങ്കിൻ്റെ കാര്യങ്ങളായാലും എൻ്റെ വിസയുടെ കാര്യങ്ങളായാലും എല്ലാം, ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളായാലും എല്ലാം മാതാവ് എനിക്ക് നല്ലതുപോലെ ഒരുക്കി തന്നു. അതിന് ഞാൻ മാതാവിനോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് അലർജി ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഇങ്ങനെ തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, അങ്ങനെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ തൈലമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ അലർജി മാറിക്കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും, അങ്ങനെ ക്രിസ്ത്യൻസ് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്യും. പിന്നെ ഞാൻ പറ്റുന്നവർക്ക് എല്ലാ മാസവും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു തുക ഞങ്ങൾ പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് സഹായിക്കാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന, ഞാൻ പലരിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ എന്ത് കാര്യങ്ങൾ അവർക്ക് തടസ്സം വന്നാലും ഞാൻ പറയും കൃപാസനത്തിൽ നിങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഒരു പ്രശ്നം ഇങ്ങനെ എൻ്റെ അങ്കിള് ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഇങ്ങനെ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് ക്യാൻസറായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, അപ്പോൾ അങ്കിളിനെല്ലാം സുഖമാവും. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു. അങ്ങനെ ചേച്ചിക്ക് ഞാൻ ജപമാലയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും എനിക്ക് വേണ്ടി ചെയ്തു തന്ന എൻ്റെ തിരുക്കുമാരനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഹെലന ആൻ്റണി കൊല്ലം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ തന്നെ എത്രമാത്രം മാതാവിൻ്റെ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തനിക്ക് +2 നല്ല രീതിയിൽ പാസ്സാകുവാനും അതിനുശേഷം പുറത്തുപോയി പഠിക്കണമെന്നുള്ള തൻ്റെ ആഗ്രഹവും, അത് ആഗ്രഹം വെച്ചപ്പോൾ ഉണ്ടായ തടസ്സങ്ങളും, ബാങ്കുകൾ, നിരവധിയായ ബാങ്കുകളൊക്കെ കടന്നു പോയിട്ടും അവിടെയെല്ലാം ലോണൊക്കെ ലഭിക്കാതെ വരുമ്പോഴും ഈ മകളുടെ പ്രതീക്ഷ എന്ന് പറയുക അമ്മ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുകയാണെന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് കൃപാസന പത്രം കൊടുക്കുമ്പോൾ അതൊരു ബാങ്കിൽ ചെല്ലുകയും അവിടുന്ന് ഈ മകൾക്ക് വേണ്ടിയിട്ട് ലോൺ പാസ്സാക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയുണ്ടായി. അത് മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ്. ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെല്ലാം ചോദ്യത്തിനും ഈ മകളുടെ ഉത്തരം ഒന്ന് മാത്രമാണ്, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടിയിട്ട് നല്ലത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് പഠിക്കുവാനായിട്ട് പോകുവാനും, ജോർജിയയിൽ തന്നെ ആഗ്രഹിച്ചതുപോലെ പഠിക്കുവാനും അതിനുള്ള കാര്യങ്ങളെ ക്രമീകരണം നടത്തിക്കൊണ്ട് തന്നെ പോകുവാനായിട്ടൊക്കെ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ്. നിരന്തരമായിട്ട് പരിശുദ്ധ അമ്മയുടെ അടയാളങ്ങൾ ചില മനുഷ്യരിലൂടെയും കളറിലൂടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ അടയാളം ഈ മകൾ ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മ നടത്തിക്കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഡെയിലി ബ്രെഡിലൂടെ ഒരു സംഖ്യയുടെ 7 അക്കത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണമൊക്കെ ഈ മകൾക്ക് കാട്ടിക്കൊടുക്കുകയുണ്ടായി. അതുതന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ മകളുടെ ആഗ്രഹത്തെ പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുക്കുകയും ചെയ്തത്. പൂർണ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ഇനി ഈ മകളുടെ ജീവിതത്തിൽ, മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ
ഇനി ഈ മകളെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്നും ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറാൻ